ഗ്രാമവാസികളിൽ നിന്നും ഞെട്ടിപ്പിക്കുന്ന വാർത്ത കേട്ട ആ വൃദ്ധ നിലവിളിച്ചുകൊണ്ട് വയലിലേക്ക് ഓടി. അവിടെ അവർ കണ്ട കാഴ്ച അതിദാരുണമായിരുന്നു. താൻ ഓമനിച്ച് വളർത്തിയ തന്റെ ജീവിതമാർഗമായിരുന്ന പശുവിനെ ഏതോ ജീവി കടിച്ചു കൊന്നിരുന്നു. അവരുടെ നിലവിളി കേട്ട് നാട്ടുകാർ ഓടിക്കൂടി. സൂക്ഷ്മ പരിശോധനയിൽ അതൊരു കടുവയാണ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലായി. വൃദ്ധയെ സമാധാനിപ്പിക്കാൻ ഏവരും ശ്രമിച്ചെങ്കിലും അതൊന്നും വിലപ്പോയില്ല. ഗ്രാമമുഖ്യൻ വരികയും വൃദ്ധയോട് പറയുകയും ചെയ്തു, കടുവയാണ് കൊന്നിട്ടിരിക്കുന്നത്. ഇനി ഇവിടെ നിന്നാൽ അത് അപകടമാണ്. കാരണം തന്റെ ഇരയെ ഭക്ഷിക്കാനായി കടുവ വീണ്ടും എത്തും. അതുകൊണ്ട് എത്രയും വേഗം ഇവിടെ നിന്ന് പോകണമെന്ന് എല്ലാവരോടുമായി അദ്ദേഹം പറഞ്ഞു. ഗ്രാമവാസികൾ ഓരോരുത്തരെയും പിരിഞ്ഞുപോയി. വൃദ്ധയെ കൂടെ കൊണ്ടുപോകാൻ അവർ ശ്രമിച്ചെങ്കിലും അതൊന്നും വിജയിച്ചില്ല. ഒടുവിൽ കരഞ്ഞുകൊണ്ടിരുന്ന ആ വൃദ്ധ മാത്രം അവിടെ ബാക്കിയായി. ഗ്രാമമുഖ്യൻ പറഞ്ഞത് തന്നെ സംഭവിച്ചു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ കടുവ അവിടെ എത്തി. തന്റെ ഇരയെ ഭക്ഷിക്കാൻ എത്തിയ കടുവ അതിന്റെ സമീപത്ത് ഒരു മനുഷ്യരിക്കുന്നത് കണ്ട് പിറകിലൂടെ ചെന്ന് ആ പാവം വൃദ്ധയെ ആക്രമിക്കുകയും അവരെ കൊലപ്പെടുത്തുകയും ചെയ്തു. സന്ധ്യയായിട്ടും വൃദ്ധയെ കാണാതിരുന്ന ഗ്രാമവാസികൾ ഗ്രാമമുഖ്യന്റെ നേതൃത്വത്തിൽ തിരച്ചിൽ നടത്തുകയും ഒടുവിൽ വയലിൽ നിന്നും വൃദ്ധയുടെ മൃതദേഹം കണ്ടെടുക്കുകയും ചെയ്തു. കടുവ തൊട്ടടുത്തുള്ള കുറ്റിക്കാട്ടിൽ എവിടെയുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ അവർ ശബ്ദങ്ങൾ ഉണ്ടാക്കുകയും അതുപോലെ കല്ല് പറക്കി കുറ്റിക്കാട്ടിലേക്ക് എറിയുകയും ചെയ്തു. പക്ഷെ അതിനൊന്നും ഒരു ഫലവും ഉണ്ടായില്ല. ധൈര്യശാലിയായ ഗ്രാമമുഖ്യൻ തന്റെ നാടൻ തോക്കെടുക്കുകയും കുറച്ച് അനുയായികളെയും കൂട്ടി തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിൽ ഒരു തിരച്ചിൽ നടത്തുകയും ചെയ്തു. എന്നാൽ അവർക്ക് യാതൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. കടുവയുടെ ഒരു ലക്ഷണമോ അല്ലെങ്കിൽ കാൽപ്പാടുകളോ ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല. ഒടുവിൽ വൃദ്ധയുടെ മൃതദേഹവുമായി തിരികെ ഗ്രാമത്തിലേക്ക് പോകാൻ അവർ തീരുമാനിച്ചു. ആ മടക്കയാത്രക്കിടയിൽ അപ്രതീക്ഷിതമായി ഒന്ന് സംഭവിച്ചു. കുറ്റിക്കാട്ടിൽ മറഞ്ഞിരുന്ന കടുവ അവരെ ആക്രമിക്കുകയും ഏറ്റവും പിന്നിലായി നടന്ന, അതായത് തോക്കുമായി ഏറ്റവും പിന്നിൽ നടന്ന ഗ്രാമമുഖ്യനെ കടുവ ലക്ഷ്യം വെക്കുകയും ചെയ്തു. അദ്ദേഹത്തെ ക്രൂരമായി ആക്രമിച്ച കടുവ അദ്ദേഹത്തെ വളരെ ക്രൂരമായി കടിച്ചു കീറി കൊലപ്പെടുത്തുകയും അങ്ങനെ മൃതദേഹം അവിടെ ഉപേക്ഷിച്ച് ബാക്കി എല്ലാവർക്കും ഓടി രക്ഷപ്പെടേണ്ടിയും വന്നു. ചിതറിയോടിയ ആളുകൾ വലിയൊരു സംഘമായി പിറ്റേന്ന് രാവിലെ അവിടെ എത്തി. അവർക്ക് ഗ്രാമമുഖ്യന്റെയും വൃദ്ധയുടെയും മൃതദേഹം അതുപോലെ തന്നെ കിടന്നിടത്ത് കാണാൻ സാധിച്ചു. ഇതിൽ നിന്നും അവർക്ക് ഒരു കാര്യം മനസ്സിലായി. മനുഷ്യമാംസത്തോട് കടുവയ്ക്ക് അത്ര താല്പര്യമില്ല. മനുഷ്യമാംസത്തോട് താല്പര്യമില്ലാത്ത ആ കടുവയെ അവർ ദേവരായൻ ദുർഗയിലെ താപസി എന്ന് വിളിച്ചു. ബാംഗ്ലൂരിൽ നിന്നും 50 മൈൽ അകലെയാണ് തുംകൂർ എന്ന് പറയുന്ന ചെറുപട്ടണം. അവിടെ നിന്നും 6 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമ്മൾ ഈ പറഞ്ഞ ഗ്രാമത്തിലെത്താം, അതായത് ദേവരായൻ ദുർഗയിലെത്താം. അവിടെയാണ് ഈ സംഭവ വികാസങ്ങളൊക്കെ നടക്കുന്നത്. 2 ദിവസം കഴിഞ്ഞ് മറ്റൊന്നുകൂടി സംഭവിച്ചു. തുംകൂറിൽ നിന്നും 2 കഴുതകളുടെ പുറത്ത് സാധനങ്ങളുമായി ദേവരായൻ ദുർഗയിലേക്ക് തിരിച്ച വ്യാപാരിയെ വഴിയിൽ പതിയിരുന്ന കടുവ ആക്രമിച്ചു. കടുവ തൽക്ഷണം ഒരു കഴുതയെ കൊല്ലുകയും ഇത് കണ്ട് ഭയന്നോടിയ വ്യാപാരിയെ പിന്തുടർന്ന് കടിച്ച് കീറി കൊല്ലുകയും ചെയ്തു. ഭീതിജനകമായ ഈ 3 കൊലപാതകങ്ങൾ ഗ്രാമവാസികൾക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ സമ്മാനിച്ചു. അവർ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുകയും ഗവൺമെന്റ് തലത്തിൽ പരാതികൾ നൽകുകയും ചെയ്തു. അതിന്റെ ഫലമായി ഗവൺമെന്റിന്റെ ക്ഷണപ്രകാരം പ്രശസ്ത വേട്ടക്കാരനായ കെന്നത്ത് ആൻഡേഴ്സൺ ഗ്രാമത്തിലെത്തി. വന്നപാടെ ആൻഡേഴ്സൺ ഗ്രാമവാസികളിൽ നിന്നും സംഭവങ്ങൾ ചോദിച്ചറിയുകയും ഒരു ഗ്രാമവാസിയെയും കൂട്ടി സമീപത്തെ കുറ്റിക്കാടുകളിലെല്ലാം തിരച്ചിൽ നടത്തുകയും ചെയ്തു. എന്നാൽ യാതൊരു ഫലവും ഉണ്ടായില്ല. അങ്ങനെ ആൻഡേഴ്സൺ ഒരു കാളക്കുട്ടിയെ പാറക്കൂട്ടങ്ങൾക്കിടയിൽ കുറ്റിക്കാടുകളുടെ സമീപത്തുള്ള നീർച്ചോലയ്ക്കരികിലായി കെട്ടിയിട്ടു. അതിനുശേഷം തൊട്ടടുത്തുള്ള ഒരു മരത്തിൽ കയറുകയും ഈ രംഗം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു. കുറെ നേരം കാത്തിരുന്നെങ്കിലും കടുവയുടെ സാന്നിധ്യമൊന്നും മനസ്സിലാക്കാൻ സാധിച്ചില്ല. അതിനാൽ ആൻഡേഴ്സൺ തിരികെ തന്റെ താമസ സ്ഥലത്തേക്ക് പോയി. പിറ്റേന്ന് രാവിലെ തിരികെ എത്തിയ ആൻഡേഴ്സനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ കാളക്കുട്ടി അപ്രത്യക്ഷമായിരുന്നു. കയർ വലിച്ചു പൊട്ടിച്ചാണ് കാളക്കുട്ടിയെ കൊണ്ടുപോയിരിക്കുന്നതെന്ന് ആൻഡേഴ്സന് മനസ്സിലായി. അങ്ങനെ ആൻഡേഴ്സൺ കടുവയുടെ കാൽപ്പാടുകൾ പിന്തുടരുകയും അങ്ങനെ കുറച്ച് അകലെയായിട്ട് കാളക്കുട്ടിയുടെ ജഡം കണ്ടെത്തുകയും ചെയ്തു. കാളക്കുട്ടിയുടെ ജഡം കണ്ടെത്തിയതിന് സമീപത്തായി ആൻഡേഴ്സൺ സുരക്ഷിതമായ ഒരു ഇരിപ്പിടം കണ്ടെത്തുകയും അവിടെ കുറെ നേരം കാത്തിരിക്കുകയും ചെയ്തു. എന്നാൽ വളരെ നേരം കാത്തിരുന്നെങ്കിലും അവിടെയും കടുവയുടെ സാന്നിധ്യം കണ്ടെത്താൻ സാധിച്ചില്ല. അങ്ങനെ ഇരുന്നപ്പോൾ കുറച്ച് കഴുകന്മാർ അവിടെ എത്തുകയും കാളക്കുട്ടിയുടെ മൃതദേഹം ഭക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. കാളക്കുട്ടിയുടെ മൃതദേഹം കഴുകന്മാർ ഭക്ഷിച്ചു കഴിഞ്ഞാൽ തന്നെ ലക്ഷ്യം നടക്കില്ല എന്നറിയാമായിരുന്ന ആൻഡേഴ്സൺ കഴുകന്മാരെ ഓടിക്കുകയും കുറച്ച് മരച്ചില്ലുകൾ ഒടിച്ച് ആ കാളക്കുട്ടിയുടെ ജഡത്തിന് മുകളിലിടുകയും അതിനുശേഷം തിരികെ ഗ്രാമത്തിലേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ കുറച്ചു സമയം കഴിഞ്ഞ് ആൻഡേഴ്സൺ കുറച്ച് സഹായികളെയും കൂട്ടി വരികയും അവിടെ, അതായത് ഈ ജഡം കണ്ടെത്തിയതിന് തൊട്ടടുത്തായി ഒരു മരത്തിൽ ഒരു മച്ചാൻ കെട്ടിയുണ്ടാക്കുകയും ചെയ്തു.
മച്ചാൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടായിരിക്കും. മച്ചാൻ എന്ന് പറയുമ്പോൾ ഏകദേശം ഏറുമാടം പോലെയാണ്. എന്നാൽ മച്ചാനും ഏറുമാടവും തികച്ചും വ്യത്യസ്തമാണ് താനും. ഇപ്പോൾ ഏറുമാടം എന്ന് പറയുമ്പോൾ മരത്തിന്റെ മുകളിലായി കെട്ടിയുണ്ടാക്കുന്ന ഒരു താൽക്കാലികമായ ഒരു താമസ സ്ഥലം പോലെയാണ്. അവിടെ ഒരു താമസയോഗ്യമായി അത്യാവശ്യം നമ്മൾ കവേർഡാണ്. അപ്പൊ 4 വശവും കവർ ചെയ്ത ഒന്നാണ്. ഒരു ചെറിയ കുടില് പോലെയാണ് ഏറുമാടം കെട്ടിയുണ്ടാക്കുന്നത്. എന്നാൽ മച്ചാൻ എന്ന് പറയുമ്പോൾ 4 വശവും കവേർഡ് അല്ല. വേട്ടക്കാർക്ക് വേണ്ടിയുള്ളതാണ് മച്ചാൻ. അതായത് 4 വശങ്ങളിൽ നിന്നുള്ള വ്യൂ അവർക്ക് ക്ലിയർ ആകണം. അതിനു വേണ്ടിയിട്ട് കുറെ ഓപ്പൺ സ്പേസസ് ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ വേട്ടക്കാർക്ക് മച്ചാനിൽ ഇരുന്നുകൊണ്ട് തന്നെ കടുവയുടെ സാന്നിധ്യം ഏത് 4 വശങ്ങളിൽ നിന്നും കണ്ടെത്താൻ സാധിക്കുകയും ചെയ്യും. തിരികെ ഗ്രാമത്തിലേക്ക് പോകുന്നതിന് മുൻപായി ആൻഡേഴ്സന്റെ അനുയായികൾ കാളക്കുട്ടിയെ അഴിച്ചുകൊണ്ട് പോവുകയും പകരം ഒരു ആട്ടിൻകുട്ടിയെ അവിടെ കെട്ടിയിടുകയും ചെയ്തു. ആട്ടിൻകുട്ടിയാകട്ടെ നിരന്തരം നിലവിളിച്ചുകൊണ്ടേയിരുന്നു. ആട്ടിൻകുട്ടിയുടെ നിലവിളി കേട്ട് കടുവ അവിടെ എത്തിയെങ്കിലും അപകടം അടുത്തതിനാൽ അത് പതിയെ മാറിയിരിക്കുകയും ആ സമീപത്തേക്ക് വരാതിരിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആൻഡേഴ്സന്റെ ആ ഒരു ശ്രമവും പരാജയപ്പെടുകയാണുണ്ടായത്. അങ്ങനെ പിറ്റേന്ന് ആൻഡേഴ്സൺ ഈ ആട്ടിൻകുട്ടി അഴിച്ചു മാറ്റുകയും പകരം വീണ്ടും ഒരു കാളക്കുട്ടിയെ കെട്ടിയിടുകയും ചെയ്തു. വീണ്ടും മണിക്കൂറുകളോളം കാത്തിരുന്നെങ്കിലും ഫലമൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഗ്രാമവാസികൾ ഒരു വാർത്തയുമായി എത്തി. ഗ്രാമത്തിലെ ഒരു പശുവിനെ വീണ്ടും കടുവ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നതെന്നായിരുന്നു ആ വാർത്ത. അതിനാൽ നേരെ ആ കടുവ തട്ടിക്കൊണ്ടുപോയ അതായത് പശുവിനെ തട്ടിക്കൊണ്ടുപോയ സ്ഥലത്തേക്ക് ആൻഡേഴ്സൺ വച്ചു പിടിച്ചു. ആൻഡേഴ്സൺ എത്തിയപ്പോഴേക്കും ഏകദേശം നേരം ഇരുട്ടിയിരുന്നു. അതൊന്നും ആൻഡേഴ്സൺ കാര്യമാക്കിയില്ല. കടുവയുടെ കാൽപ്പാടുകൾ പിന്തുടർന്ന ആൻഡേഴ്സൺ ടോർച്ചിന്റെ വെളിച്ചത്തിൽ കുറെ നേരം മുൻപോട്ട് നടന്നു. അപ്പോഴാണ് പെട്ടെന്ന് ഒരു കാഴ്ച അദ്ദേഹം കണ്ടത്. ഇരുട്ടിൽ ഒരു കുറ്റിക്കാടിനിടയിൽ നിന്നും കടുവയുടെ കണ്ണുകൾ വെട്ടിത്തിളങ്ങുന്നു. ആൻഡേഴ്സൺ ഉടൻ തന്നെ അങ്ങോട്ട് വെടിയുതിർത്തെങ്കിലും കടുവ അവിടെ നിന്നും തെന്നിമാറുകയും ഓടി രക്ഷപ്പെടുകയും ചെയ്തു. അങ്ങനെ ആൻഡേഴ്സണും അനുയായികളും കടുവ ഓടിപ്പോയ ഡയറക്ഷനിൽ കുറെ ദൂരം മുന്നോട്ട് സഞ്ചരിച്ചു. പെട്ടെന്ന് ഒരു കാഴ്ച കാണാൻ സാധിച്ചു. തൊട്ട് മുൻപിലെ ഒരു ആലിന്റെ മുകളിൽ ആലിന്റെ കൊമ്പിലായി ഇരുന്നുകൊണ്ട് കടുവ അവരെ തന്നെ വീഴ്ചുകൊണ്ടിരിക്കുന്നു. അത് എപ്പോൾ വേണമെങ്കിലും ചാടി വീഴാം എന്ന് മനസ്സിലാക്കിയ ആൻഡേഴ്സൺ പെട്ടെന്ന് തന്നെ തോക്കെടുത്ത് ലക്ഷ്യം വെച്ച് വെടിയുതിർത്തു. എന്നാൽ വെടിയുണ്ട കൊണ്ടോ ഇല്ലയോ എന്ന് ആൻഡേഴ്സണും അനുയായികൾക്കും ഒരു സംശയം തോന്നി. അപ്പോൾ വെടി കൊണ്ടിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത് നിലംപതിച്ചിരിക്കാം എന്നുള്ള ഒരു ചിന്തയിൽ അവർ ചുറ്റുവട്ടത്തൊരു തിരച്ചിൽ നടത്തിയെങ്കിലും കടുവയെ കണ്ടെത്താൻ സാധിച്ചില്ല. പക്ഷേ കുറച്ച് രക്തത്തുള്ളികൾ അവിടെ ഉണ്ടായിരുന്നു. കടുവയ്ക്ക് ചെറുതായെങ്കിലും വെടിയേറ്റിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ ചോരത്തുള്ളികൾ പിന്തുടർന്ന അവർ ഒരു വലിയ മുൾപടർപ്പിനടുത്തെത്തി. മുൾപടർപ്പിനുള്ളിൽ കടുവയുണ്ടോ എന്ന് അവർക്കറിയാൻ സാധിക്കില്ലായിരുന്നു. കാരണം കാഴ്ച അത്രത്തോളം ക്ലിയർ ആവില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള മരത്തിന് മുകളിൽ കയറി നോക്കാമെന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെ ആൻഡേഴ്സന്റെ അനുയായി മരത്തിൽ വലിഞ്ഞു പിടിച്ച് കയറാൻ ശ്രമിച്ചു. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. മുൾപടർപ്പിനുള്ളിൽ പതുങ്ങിയിരുന്ന കടുവ പെട്ടെന്ന് ചാടി വീണ് ആൻഡേഴ്സന്റെ അനുയായിയെ ആക്രമിക്കാൻ ശ്രമിച്ചു. ആ നിമിഷം ആൻഡേഴ്സന് ധാരാളമായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ എയിം ചെയ്ത് ആൻഡേഴ്സൺ വെടിയുതിർക്കുകയും അങ്ങനെ വെടിയേറ്റ് കടുവ നിലം പതിക്കുകയും ചെയ്തു. അതായിരുന്നു ദേവരായൻ ദുർഗയിലെ താപസി എന്ന് നാട്ടുകാർ വിളിച്ച ആ കടുവയുടെ അന്ത്യം. ആൻഡേഴ്സന്റെ സൂക്ഷ്മപരിശോധനയിൽ ആ കടുവ ഒരു വൃത്തിയാണെന്ന് മനസ്സിലായി. അതുപോലെ അതിന്റെ പല്ലുകൾക്ക് നല്ല രീതിയിൽ തേയ്മാനം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ കാട്ടിൽ ഇരതേടുക എന്ന് പറയുന്നത് ആ കടുവയെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ താരതമ്യേന ഭക്ഷണം കിട്ടാൻ എളുപ്പമുള്ള അല്ലെങ്കിൽ ഇരപിടിക്കാൻ എളുപ്പമുള്ള നാട്ടുമ്പുറമാണ് അത് തിരഞ്ഞെടുത്തത് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു സംഭവത്തോടുകൂടി ആൻഡേഴ്സന്റെ ആ വേട്ട വിജയകരമായി പൂർത്തിയാക്കുകയും ആൻഡേഴ്സനെ ഗവൺമെന്റും നാട്ടുകാരും ഒക്കെ അനുമോദിക്കുകയും ചെയ്തു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വേട്ടക്കഥയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്